നമസ്കാരം. ഈ വാർത്താ ദിനത്തിലെ സമഗ്ര വാർത്തകളുമായി വാർത്താ സന്ധ്യ ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ അനുജ. ആദ്യ വാർത്ത. ലോക്സഭയിൽ ചൈനയെ പുകഴ്ത്തി രാഹുൽ ഗാന്ധി. സാങ്കേതിക വിദ്യയുടെ കാര്യത്തിൽ ചൈന ഇന്ത്യക്ക് മുന്നിലാണെന്നും ഇന്ത്യ ഒരു നിർമ്മാണ ശൃംഖലയ്ക്ക് തുടക്കം കുറിക്കണമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. സാങ്കേതിക വിദ്യയുടെ അടിസ്ഥാന തത്വങ്ങളെക്കുറിച്ച് രാജ്യത്തെ കുട്ടികളെ പഠിപ്പിച്ചു തുടങ്ങുകയാണ് വേണ്ടത്. ചൈന ഇന്ത്യയുടെ 4000 കിലോമീറ്റർ ഭൂമി കടന്നു കയറിയെന്ന റിപ്പോർട്ട് നിഷേധിച്ച പ്രധാനമന്ത്രിയെ സേന തള്ളിയെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. People think that wars are fought between armies and their weapons. But the fact of the matter is that wars are fought by industrial systems. The fact of the matter is that China has an industrial system that is far stronger, far bigger than our industrial system. And that is why they have the guts to come inside this country. The reason China is sitting inside this country is because Make in India has failed. The reason China is sitting inside this country is because India is refusing to produce. And I am worried that India is going to give up this revolution to the Chinese once again. കേരളം പിന്നാക്കമാണെന്ന് പ്രഖ്യാപിച്ചാൽ കൂടുതൽ കേന്ദ്ര സഹായം നൽകാമെന്ന പരാമർശത്തിൽ മലക്കം മറിഞ്ഞ് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. കൂടുതൽ വിഹിതം വേണമെങ്കിൽ ധനകാര്യ കമ്മീഷനെ സമീപിക്കണമെന്നാണ് താൻ പറഞ്ഞത്. മാനദണ്ഡങ്ങൾ പാലിച്ചാൽ കേന്ദ്ര സർക്കാർ അതനുസരിച്ച് പ്രവർത്തിക്കുമെന്നും ജോർജ് കുര്യൻ പറഞ്ഞു. Kerala government, they are demanding for more share. And now Kerala is getting 1.9%. I stated that if the Kerala government wants more share, they should reach or request the Finance Commission to give more share. For that, some criteria are there. They have to fulfill that. Then the government of India will act accordingly. That is what I sent. And they are always telling against Modi ji. മലപ്പുറം എളങ്കൂരിൽ ആത്മഹത്യ ചെയ്ത വിഷ്ണുജ ഭർത്തൃവീട്ടിൽ സമാനതകളില്ലാത്ത പീഡനങ്ങൾ അനുഭവിച്ചിരുന്നുവെന്ന് സുഹൃത്ത്. ശാരീരികമായും മാനസികമായും പ്രഭിൻ വിഷ്ണുജയെ ഉപദ്രവിച്ചിരുന്നുവെന്നാണ് സുഹൃത്തിന്റെ വെളിപ്പെടുത്തൽ. കേസിൽ ഭർത്താവായ പ്രതി പ്രഭിനെ 2 ആഴ്ചത്തേക്ക് കോടതി റിമാൻഡ് ചെയ്തു. വിഷ്ണുജയെ പ്രഭിൻ ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചിരുന്നു. വിഷ്ണുജ പ്രശ്നങ്ങളും വിഷമങ്ങളും മറ്റാരോടെങ്കിലും ഫോണിൽ സംസാരിക്കുന്നുണ്ടോ എന്ന് പോലും പ്രഭിൻ നിരീക്ഷിച്ചു. പീഡനം സഹിക്കവയ്യാതെ വിവാഹബന്ധം വേർപെടുത്തും എന്ന് പറഞ്ഞപ്പോൾ പലരുമായും വിഷ്ണുജയ്ക്ക് ബന്ധമുണ്ടെന്ന് പറഞ്ഞു പരത്തുമെന്നും കുടുംബത്തെ അപമാനിക്കും എന്നുമാണ് പ്രഭിൻ പറഞ്ഞത്. എല്ലാം വിഷ്ണുജ പങ്കുവെച്ചത് സുഹൃത്തിനോടായിരുന്നു. ഞാൻ ജോലിയായിട്ട് ഇയാൾക്കെതിരെ എൻ്റെ ഫോണിലുള്ള എല്ലാ തെളിവും ഞാൻ ഇതാക്കും. കാരണം അയാൾ കുറേ ആരോപണങ്ങൾ പറഞ്ഞു അവൾ ഉപേക്ഷിച്ചിട്ട് പോകുമെന്ന് പറയുമ്പോൾ നിനക്ക് മറ്റു പലരോട് ബന്ധമുണ്ടെന്നുള്ള രീതിയിൽ ഞാൻ പറയും. ഞാനത് പറഞ്ഞുണ്ടാക്കും. നിന്നെ സമാധാനത്തോടെ ജീവിക്കാൻ ഞാൻ അനുവദിക്കില്ല. ഈ രീതിയിൽ നിന്റെ ഫാമിലിയെ ഞാൻ നാണം കെടുത്തു. ഈ രീതിയിൽ അവൾ ഒരുപാട് ബ്ലാക്ക്മെയിൽ ചെയ്തിട്ടുണ്ട്. വിഷ്ണുജയെ ഹോസ്റ്റലിൽ നിന്ന് വീട്ടിൽ വരാൻ അനുവദിച്ചില്ല. അച്ഛനോടും സുഹൃത്തുക്കളോടും സംസാരിക്കാൻ പോലും അനുവദിച്ചില്ല. ക്രൂരത മറ്റുള്ളവരോട് പറയുമോ എന്ന ഭയമായിരുന്നു പ്രഭിന്. അവളെ ഫോണിൽ അവൾ കുറേ കാര്യങ്ങൾ തെളിവായിട്ട് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അത് അയാൾ കളയുക ചെയ്തത് ഫോണിൽ നിന്ന്. ഇടയ്ക്കിടയ്ക്ക് അവളെ ഫോണ് റീസ്റ്റാർ അങ്ങനെ എന്തോ ചെയ്തിട്ട് അത് കളയുമായിരുന്നു. പ്രഭിനെതിരെ ജാമ്യമില്ലാ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. വിഷ്ണുജയുടെ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് കൈമാറി. ഇതിൽ നിന്ന് ലഭിക്കുന്ന തെളിവുകളും സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും മൊഴികളുടെ അടിസ്ഥാനത്തിലായിരിക്കും പോലീസ് അന്വേഷണം. ഇതിനുശേഷമാകും പ്രഭിന്റെ കുടുംബാംഗങ്ങളെ കേസിൽ പ്രതി ചേർക്കുന്നത് തീരുമാനിക്കുക. 24 മലപ്പുറം. എറണാകുളം തിരുവാണിയൂർ ഗ്ലോബൽ പബ്ലിക് സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ ആത്മഹത്യയിൽ സമഗ്ര അന്വേഷണം ആരംഭിച്ച് പൊതുവിദ്യാഭ്യാസ വകുപ്പ്. കുട്ടിയുടെ മാതാപിതാക്കളുടെയും സ്കൂൾ അധികൃതരുടെയും മൊഴി രേഖപ്പെടുത്തി. പല ചോദ്യങ്ങൾക്കും സ്കൂൾ അധികൃതർക്ക് വ്യക്തമായ മറുപടിയില്ലെന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ എസ് ഷാനവാസ് പറഞ്ഞു. മിഹിറിന്റെ ആത്മഹത്യയിൽ 2 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് മന്ത്രി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ എസ് ഷാനവാസ് കാക്കനാട് ജില്ലാ വിദ്യാഭ്യാസ ഡയറക്ടറേറ്റ് ഓഫീസിൽ നേരിട്ടെത്തി വിവരങ്ങൾ ശേഖരിച്ചത്. കുട്ടിയുടെ മാതാപിതാക്കളിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തി. മിഹിർ നേരത്തെ പഠിച്ച സ്കൂൾ അധികൃതരിൽ നിന്നും തിരുവാണിയൂർ ഗ്ലോബൽ പബ്ലിക് സ്കൂൾ മാനേജ്മെന്റിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചു. സ്കൂളുകളുടെ പ്രവർത്തനത്തിന് ആവശ്യമായ സർക്കാരിന്റെ NOC ഡയറക്ടർ ആവശ്യപ്പെട്ടെങ്കിലും ഇരുകൂട്ടർക്കും അത് ഹാജരാക്കാൻ കഴിഞ്ഞില്ല. പല ചോദ്യങ്ങളോടും സ്കൂൾ അധികൃതരുടെ ഭാഗത്തുനിന്ന് കൃത്യമായ പ്രതികരണം ഉണ്ടായില്ലെന്നും ഷാനവാസ്. ഈ 2 സ്കൂളുകളോടും അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരോട് പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെയോ മറ്റേതെങ്കിലും വകുപ്പുകളുടെയോ
NOCയുടെ അടിസ്ഥാനത്തിലാണോ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് എന്ന് ചോദിച്ചതിൽ എന്തെങ്കിലും NOC ഉള്ളതായിട്ടോ അത് ഹാജരാക്കാമെന്നോ പറയുകയുണ്ടായിട്ടില്ല. എന്നാലും പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിൽ മാത്രം നിൽക്കാതെ വിശദമായി അവരുടെ രേഖാമൂല്യം ചോദിച്ച് അവർക്ക് ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുവാൻ സംസ്ഥാന സർക്കാരിൻ്റെ NOC അവരുടെ കൈവശത്തിൽ വാലിഡ് ആയിട്ടുള്ളതുണ്ടോ എന്നുള്ള കാര്യം ഒരിക്കൽ കൂടി പരിശോധിക്കുന്നുണ്ട്. അതില്ലാതെ ആണ് അവർ പ്രവർത്തിക്കുന്നതെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള നടപടികൾ, ശുപാർശകൾ സർക്കാരിലേക്ക് അടിയന്തരമായിട്ട് കൊടുക്കുന്നതാണ്. നിശ്ചിത സമയത്തിനകം രേഖകൾ ഹാജരാക്കിയില്ലെങ്കിൽ നടപടി ഉണ്ടാകും. സഹപാഠികൾക്ക് മാനസികമായി ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ മൊഴിയെടുക്കാനാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനം. സംഭവത്തിൽ സാമൂഹ്യനീതി വകുപ്പിന്റെ അന്വേഷണവും ഉണ്ടാകും. അതേസമയം മിഹിർ നേരത്തെ പഠിച്ച സ്കൂളിലെ വൈസ് പ്രിൻസിപ്പലിനെ സ്കൂൾ മാനേജ്മെന്റ് സസ്പെൻഡ് ചെയ്തു. മാതാപിതാക്കളുടെ മൊഴികളുടെ അടിസ്ഥാനത്തിൽ വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കാനാണ് പോലീസ് തീരുമാനം. 24 കൊച്ചി. കോട്ടയം തെള്ളകത്ത് പെട്ടിക്കടയിലെ സംഘർഷം പരിഹരിക്കാൻ ഇടപെട്ട പോലീസ് ഉദ്യോഗസ്ഥന് ദാരുണാന്ത്യം. കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ മാഞ്ഞൂർ സ്വദേശി ശ്യാം പ്രസാദാണ് മരിച്ചത്. നെഞ്ചിനേറ്റ ഗുരുതര പരുക്കാണ് മരണത്തിലേക്ക് നയിച്ചതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. പ്രതിയായ ജിബിനെതിരെ കൊലക്കുറ്റത്തിന് കേസെടുത്തു. പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ഇന്നലെ രാത്രി 12 മണിയോടെ തെള്ളകത്തെ സ്വകാര്യ ആശുപത്രിക്ക് മുന്നിലെ പെട്ടിക്കടയിലാണ് സംഘർഷമുണ്ടായത്. ഈ സമയം അവിടെ എത്തിയ ശ്യാം പ്രസാദിനോട് കടക്കാരൻ സഹായം തേടി. പ്രശ്നത്തിൽ ഇടപെട്ടതോടെ അക്രമിയായ ജിബിൻ ജോർജ് ശ്യാമിനെതിരെ തിരിഞ്ഞു. ഇടയ്ക്ക് നിലത്ത് വീണ പോലീസ് ഉദ്യോഗസ്ഥന്റെ നെഞ്ചിൽ പ്രതി പലതവണ ചവിട്ടി. തൊട്ടുപിന്നാലെ സംഭവസ്ഥലത്തെത്തിയ പോലീസ് പട്രോളിംഗ് സംഘം ജിബിനെ ഓടിച്ചിട്ട് പിടികൂടി. ഇയാളെ പിടികൂടി മടങ്ങിയെത്തുമ്പോഴാണ് ശ്യാമിനെ കുഴഞ്ഞു വീണ നിലയിൽ കണ്ടെത്തിയത്. ഉടൻ തന്നെ തൊട്ടടുത്തുള്ള സ്വകാര്യ ആശുപത്രി പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥൻ വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ ഇൻസ്പെക്ടറുടെ ഡ്രൈവറാണ്. ശ്യാം എന്നാണ് പേര്. അദ്ദേഹം രാത്രി ഡ്യൂട്ടി കഴിഞ്ഞ് കുടമാളൂർ പള്ളിയിലെ ഡ്യൂട്ടി ഉണ്ടായിരുന്നു. പള്ളി പെരുന്നാളുമായിട്ട് ബന്ധപ്പെട്ട് ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് അദ്ദേഹം തെള്ളകത്തുള്ള ഈ സാലി എന്ന് പറയുന്ന ഒരു ലേഡി നടത്തുന്ന തട്ടുകടയാണ്. അവിടെ കയറിയപ്പോഴാണ് ഇങ്ങനൊരു സംഭവം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അവിടെ ജിബിൻ ജോർജ് എന്ന് പറയുന്ന പ്രതി ഇവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ സാലി എന്ന് പറയുന്ന ലേഡിക്ക് നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥന് മുൻപരിചയമുണ്ട്. അപ്പോൾ ഇയാളോട് പറഞ്ഞു, അദ്ദേഹം പോലീസ് ഉദ്യോഗസ്ഥനാണ്, ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ അടുത്ത് പറയും, അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞാൽ ഏറ്റുമാനൂരിൽ നിന്ന് പോലീസ് വരും എന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ പ്രകോപിതനായ ഇയാൾ ഈ സാലിയെയും സാലിയുടെ സഹോദരനെയും മർദ്ദിച്ചു. കൂട്ടത്തിൽ പിടിച്ചു മാറ്റാൻ ചെന്ന നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥനെ മർദ്ദിച്ചു എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന വിവരം. ഇയാൾക്ക് 2022 മുതൽ ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിൽ റൗഡി ഹിസ്റ്ററി ഷീറ്റ് ഉണ്ട്. ഇയാൾ മൊത്തം 7 കേസിൽ പ്രതിയാണ്. ഗാന്ധിനഗറിൽ തന്നെ 308 കേസ്, അതുപോലെ ഒരു മോഷണ കേസ്, പിന്നെ കോതമംഗലം പോലീസ് സ്റ്റേഷനിൽ ഒരു 325 കേസ്. നെഞ്ചിനേറ്റ ഗുരുതര പരിക്കാണ് പോലീസ് ഉദ്യോഗസ്ഥന്റെ മരണത്തിലേക്ക് നയിച്ചത്. വാരിയലുകൾ ഒടിഞ്ഞ് ശ്വാസകോശത്തിൽ തറച്ചുവെന്നും ആന്തരിക രക്തസ്രാവവും ഉണ്ടായെന്നും പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതേസമയം അറസ്റ്റിലായ പ്രതി ജിബിൻ ജോർജിനെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് പെരുമ്പായിക്കാട് സ്വദേശിയായ ജിബിൻ ജോർജ്. അതേസമയം പോലീസ് ക്ലബിലടക്കം പൊതുദർശനത്തിന് വെച്ച ശ്യാം പ്രസാദിന്റെ മൃതദേഹം സംസ്കരിക്കുന്നതിനു വേണ്ടി മാഞ്ഞൂരിലെ വീട്ടിലേക്ക് കൊണ്ടുപോയി. 24 കോട്ടയം. തിരികെ വാർത്താസന്ധ്യയിലേക്ക് വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. കേന്ദ്ര റെയിൽ ബജറ്റിൽ കേരളത്തിനുള്ള വിഹിതം 3042 കോടി രൂപ. UPA കാലത്തേക്കാൾ 8 ഇരട്ടിയെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. ശബരി റെയിൽ പദ്ധതിയിൽ ത്രികക്ഷി കരാർ സമർപ്പിക്കാൻ സംസ്ഥാനത്തിന് നിർദ്ദേശം നൽകിയെന്നും റെയിൽവേ മന്ത്രി പറഞ്ഞു. 3042 crore rupees allocation for Kerala. If you compare it with the UPA period, this is 8 times. The total investment being done in Kerala is 15,742 crore. 35 stations are being completely redeveloped under the Amrit Station program. 2025-26 സാമ്പത്തിക വർഷത്തിൽ 3042 കോടി രൂപയാണ് റെയിൽവേ ബജറ്റിൽ കേരളത്തിനുള്ള വിഹിതം. ആകെ 15,742 കോടി രൂപയുടെ റെയിൽ വികസനം കേരളത്തിൽ നടത്തി. 35 അമൃത് സ്റ്റേഷനുകൾ 2,560 കോടി രൂപയിൽ വികസിപ്പിക്കും. നിലമ്പൂർ നഞ്ചൻകോട് പദ്ധതി പുരോഗമിക്കുന്നു. ശബരി റെയിൽ പദ്ധതിക്കായി ത്രികക്ഷി കരാർ സമർപ്പിക്കാൻ സംസ്ഥാനത്തിന് നിർദ്ദേശം നൽകി. അതിതുവരെ ലഭിച്ചിട്ടില്ല എന്നും കേന്ദ്ര റെയിൽവേ മന്ത്രി. റെയിൽവേ സുരക്ഷയ്ക്കായി 1.61 ലക്ഷം കോടി രൂപ ഉപയോഗിക്കും. പുതിയ 200 വന്ദേ ഭാരത് ട്രെയിനുകൾ, 100 പുതിയ അമൃത് ഭാരത് ട്രെയിനുകൾ, 50 നമോ ഭാരത് ട്രെയിനുകളും റെയിൽവേ മന്ത്രി പ്രഖ്യാപിച്ചു. വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകളുടെ ട്രയൽ റൺ പൂർത്തിയായി. ഉടൻ തന്നെ സർവീസ് ആരംഭിക്കും. തിരക്കേറിയ പാതകളിൽ കൂടുതൽ ട്രെയിനുകൾ വരുമെന്നും അശ്വിനി വൈഷ്ണവ് അറിയിച്ചു. 24 ഡൽഹി.
ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തൃശൂർ തോൽവിയിൽ KPCC നിയോഗിച്ച അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്ത്. പ്രധാന നേതാക്കൾക്ക് മനഃപൂർവ്വമായ വീഴ്ചയുണ്ടായി എന്നാണ് കണ്ടെത്തൽ. KPCCയിൽ പൊട്ടിത്തെറിയുണ്ടായേക്കാവുന്ന റിപ്പോർട്ട് ഇതുവരെ ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ല. കരുവന്നൂർ ബാങ്ക് വിവാദത്തിൽ കോൺഗ്രസ് എടുത്ത നിലപാടുകൾ സുരേഷ് ഗോപിക്ക് അവസരമൊരുക്കി. മണ്ഡലത്തിൽ 75,000-ലധികം വോട്ടുകൾ BJP ചേർത്തത് തിരിച്ചറിയാനോ തടയാനോ ജില്ലാ നേതൃത്വത്തിന് സാധിച്ചില്ല. ഇനി മത്സരത്തിനില്ലെന്ന സിറ്റിംഗ് MPയുടെ പ്രഖ്യാപനം സുരേഷ് ഗോപിക്ക് എതിരാളികളില്ലെന്ന പ്രതീതി വളർത്തി. ഇങ്ങനെ വീഴ്ചകൾ ഓരോന്നും എണ്ണി പറഞ്ഞാണ് തോൽവി പഠിക്കാൻ KPCC നിയോഗിച്ച 3-അംഗ സമിതിയുടെ റിപ്പോർട്ട്. പാർട്ടിയിൽ പൊട്ടിത്തെറിക്ക് കാരണമായേക്കാവുന്ന പരാതികളും തെളിവുകളും കണ്ടെത്തലുകളും വ്യക്തികൾക്കെതിരായ കടുത്ത ആരോപണങ്ങളും ശിപാർശകളും അടക്കം 30 പേജുകളിലായാണ് റിപ്പോർട്ട്. തോൽവിക്ക് കാരണക്കാരായ നേതാക്കളുടെ പേരെടുത്ത് പറയുന്നുണ്ട് റിപ്പോർട്ടിൽ. പുറത്തു വന്നത് യഥാർത്ഥ റിപ്പോർട്ടല്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. റിപ്പോർട്ട് ഞാൻ വായിച്ചതാണ്. എനിക്കത് വെളിപ്പെടുത്താൻ പറ്റില്ല, കാരണം പാർട്ടിയാണ് വെളിപ്പെടുത്തേണ്ടത്. ഞാൻ റിപ്പോർട്ട് വായിച്ചിട്ടുണ്ട് ലീഡർഷിപ്പിലുള്ള ഒരാളെന്ന നിലയിൽ. പക്ഷെ ഇന്നിപ്പോൾ ചാനലിൽ വന്നിരിക്കുന്ന പേരുകളും അതൊന്നും ആയിട്ട് പരാമർശിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും റിപ്പോർട്ടിലുള്ളതായിട്ട് എനിക്കറിയില്ല. പ്രചരിക്കുന്നത് കെട്ടിച്ചമച്ച റിപ്പോർട്ടെന്ന് KC ജോസഫ്. കമ്മിറ്റി റിപ്പോർട്ടാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന വാർത്തകൾ പൂർണ്ണമായും അടിസ്ഥാനരഹിതമാണ്. അതൊരു ഫേക്ക് റിപ്പോർട്ടാണ്. ആരോ കെട്ടിച്ചമച്ച റിപ്പോർട്ടാണ് ഇന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. റിപ്പോർട്ട് പുറത്തായതിൽ ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾക്ക് കടുത്ത അതൃപ്തിയുണ്ട്. പാർട്ടിയിലെ പടലപ്പിണക്കങ്ങളാണ് KPCC പുറത്തുവിടാത്ത റിപ്പോർട്ട് പരസ്യമായതിന് പിന്നിലെന്നാണ് ആരോപണം. സംഭവത്തിലെ ഗൂഢാലോചന അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് ജില്ലാ നേതൃത്വം സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി. തോൽവിക്ക് പിന്നാലെ രാജിവെച്ച തൃശൂർ DCC പ്രസിഡന്റിന്റെ ഒഴിവിലേക്ക് 4 ദിവസത്തിനകം പുതിയ നിയമനമുണ്ടാകുമെന്ന് AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി വ്യക്തമാക്കി. 24 തൃശൂർ. കൂത്താട്ടുകുളം നഗരസഭയിലെ രാഷ്ട്രീയ നാടകങ്ങൾക്ക് അറുതിയില്ല. CPIM കൗൺസിലർ കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോയ വിഷയത്തിൽ കൗൺസിൽ യോഗത്തിൽ ഭരണ പ്രതിപക്ഷ തർക്കം. ചെയർപേഴ്സണെതിരെ പ്രതിഷേധിച്ച പ്രതിപക്ഷ കൗൺസിലർമാർക്കൊപ്പം കലാരാജുവും കുത്തിയിരുന്നു. കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോയ വിഷയത്തിൽ നഗരസഭാധ്യക്ഷയുടെ വാഹനം പോലീസ് കസ്റ്റഡിയിലെടുത്തത് ചർച്ച ചെയ്യണമെന്നായിരുന്നു UDFന്റെ അടിയന്തര പ്രമേയം. ആവശ്യം ഭരണസമിതി തള്ളിയതോടെ പ്രതിഷേധം. LDF ഭരണസമിതിക്കെതിരെ കലാരാജുവും മുദ്രാവാക്യം വിളിച്ചു. കലാരാജുവിന് UDF സംരക്ഷണം ഒരുക്കുമെന്ന മാത്യു കുഴൽനാടൻ MLA. ഇനിയുള്ള കൗൺസിൽ യോഗത്തിൽ വിഷയത്തിലൂന്നി UDFന് പിന്തുണ നൽകുമെന്ന കലാരാജു. എന്റെ വിഷയത്തില് UDFുകാർ അങ്ങനെ ബലിയാടാകേണ്ട കാര്യമുണ്ടോ? എനിക്ക് അവരോടൊപ്പം നിന്ന് എന്റെ കാര്യങ്ങള്, ഞാൻ അനുഭവിച്ച കാര്യങ്ങൾ എനിക്ക് വ്യക്തമായിട്ട് പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം എനിക്കില്ലേ? LDFന് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടിട്ടില്ല. കലാരാജു അടക്കം 13 പേർ ഇപ്പോഴും LDF കൗൺസിലിലുണ്ടെന്ന് വൈസ് ചെയർമാൻ സണ്ണി കുര്യാക്കോസ്. ഞങ്ങളുടെ അരുവാൾ ചിറ്റിക നക്ഷത്രത്തിലും അരുവാൾ ചിറ്റിക നെൽക്കതിരിലും ജയിച്ചു വന്ന 13 കൗൺസിലർമാരാണ് ഞങ്ങൾ. ഞങ്ങളാണ് ഇവിടെ നഗരസഭ ഭരിക്കുന്നത്. ആ 13 പേര് ഞങ്ങളുടെ കൂടെ ഉണ്ട്. ഇല്ലെങ്കിൽ അവർ അടിയന്തര പ്രമേയത്തിന് നൽകിയിട്ടുള്ളതിൽ വേറെ ആരെങ്കിലും ഒപ്പിട്ടിട്ടുണ്ടോ? കൗൺസിൽ യോഗം ബഹളത്തിൽ കലാശിച്ചെങ്കിലും 30 അജണ്ടകൾ പാസാക്കിയതായി ചെയർപേഴ്സൺ വിജയ ശിവൻ അറിയിച്ചു. ഏകപക്ഷീയമായി അജണ്ടകൾ പാസാക്കിയതിനെതിരെ UDF കൗൺസിലർമാർ നൽകിയ വിയോജനക്കുറിപ്പിൽ കലാരാജുവും ഒപ്പുവെച്ചു. കൗൺസിൽ യോഗത്തിനിടെ സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയ UDF കൗൺസിലർ ബോബൻ വർഗീസിനെതിരെ കൂത്താട്ടുകുളം നഗരസഭാ ചെയർപേഴ്സൺ വിജയ ശിവൻ പോലീസിൽ പരാതി നൽകി. 24 കൊച്ചി. മുനമ്പം ഭൂമി പ്രശ്നത്തിൽ സംസ്ഥാന സർക്കാരിനോട് വീണ്ടും ചോദ്യങ്ങളുമായി ഹൈക്കോടതി. വിഷയം വഖഫ് ട്രൈബ്യൂണലിന്റെ പരിഗണനയിലിരിക്കെ എങ്ങനെ ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിക്കാനാകുമെന്ന് ഹൈക്കോടതി ചോദിച്ചു. കുടിയൊഴിപ്പിക്കൽ ഭീഷണി നേരിടുന്നവരുടെ കയ്യിലുള്ള രേഖകളുടെ നിയമസാധുത എന്ത് എന്ന് കോടതി ആരാഞ്ഞു. ജുഡീഷ്യൽ കമ്മീഷൻ നിയമനം ചോദ്യം ചെയ്തുള്ള ഹർജികളിലാണ് മുനമ്പത്തേത് വഖഫ് ഭൂമിയല്ലെന്ന ജുഡീഷ്യൽ കമ്മീഷന് കണ്ടെത്താനാകുമോ എന്ന് ഹൈക്കോടതി ചോദിച്ചത്. വിഷയം വഖഫ് ട്രിബ്യൂണലിന്റെ പരിഗണനയിലിരിക്കെ ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിക്കാനാകുമോ എന്നും നിയമനത്തിന് സംസ്ഥാന സർക്കാരിന് അധികാരമുണ്ടോ എന്നും ഹൈക്കോടതി ചോദിച്ചു. കുടിയൊഴിപ്പിക്കൽ ഭീഷണി നേരിടുന്നവരുടെ കയ്യിലുള്ള രേഖകളുടെ നിയമസാധുത എന്തെന്നും ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് ആരാഞ്ഞു. മുനമ്പത്തെ ഭൂമി ഏറ്റെടുക്കാനാകുമെന്ന സംസ്ഥാന സർക്കാർ മറുപടി നൽകി. ഭൂമിയുടെ ഉടമസ്ഥതയ്ക്ക് പ്രദേശവാസികളുടെ കൈവശം മതിയായ രേഖകളുണ്ട്. മുനമ്പത്തെ ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കാനാണ് ജുഡീഷ്യൽ കമ്മീഷനെന്നും നിയമപരമായ രേഖകളുള്ളവരുടെ അവകാശം സംരക്ഷിക്കുകയാണ് ലക്ഷ്യമെന്നും സർക്കാർ വ്യക്തമാക്കി. കയ്യേറ്റക്കാരെ സഹായിക്കാനാണ് സംസ്ഥാന സർക്കാരിന്റെ ശ്രമമെന്നായിരുന്നു വഖഫ് സംരക്ഷണ വേദിയുടെ ആക്ഷേപം. ഇഷ്ടദാനമായി നൽകിയ ഭൂമിയാണ് മുനമ്പത്തേതെന്ന് ഫറൂഖ് കോളേജ് ആവർത്തിച്ചു. ഭൂമിയുടെ അവകാശത്തിൽ വഖഫ് ട്രിബ്യൂണൽ തീരുമാനമെടുത്തിട്ടുണ്ടെന്നാണ് ഹർജിക്കാർ ഇന്നും വാദിച്ചത്.
ഹർജികൾ വ്യാഴാഴ്ച കോടതി വീണ്ടും പരിഗണിക്കും. 24 കൊച്ചി. അങ്കണവാടിയിൽ ബിരിയാണിയും പൊരിച്ച കോഴിയും വേണമെന്ന ശംഖുവിന്റെ ആവശ്യം ഒടുവിൽ മന്ത്രി കേട്ടു. അങ്കണവാടിയിലെ ഭക്ഷണ മെനു പരിഷ്കരിക്കുമെന്ന് മന്ത്രി വീണ ജോർജ് ഉറപ്പ് നൽകി. മന്ത്രിക്കും 24നും നന്ദി പറഞ്ഞ് ശംഖു എന്ന 3 വയസ്സുകാരൻ. 24ലോടെയാണ് ശംഖുവിന്റെ വാക്കുകൾ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ടത്. എവിടെ? അംഗനവാടിയിൽ എന്തോ വേണ്ടേ? ഉപ്പുമാവ് മാറ്റിട്ട് പറയാം കേട്ടോ, നമുക്ക് പരാതി അറിയിക്കാം കേട്ടോ. കുഞ്ഞുങ്ങളെന്നും നമുക്കൊരു കൗതുകമാണ്. അത്തരം കൗതുകമുള്ള കാഴ്ചകൾ എപ്പോഴും നമ്മൾ കാണാറുണ്ട്. അത്തരം ഒരു കാഴ്ചയാണ് ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ വളരെ തരംഗമായിക്കൊണ്ടിരിക്കുന്നത്. ഒരു കുഞ്ഞ്, ഒരു അംഗനവാടിയിൽ പഠിക്കുന്ന കുഞ്ഞാണ്, എന്തിനാണ് ടീച്ചർ ഞങ്ങൾക്ക് ഉപ്പുമാവ് മാത്രം തരുന്നത്, ഞങ്ങൾക്ക് ബിരിയാണി കൂടെ വേണമെന്ന് ആവശ്യപ്പെടുന്ന ആ റീൽ അത് കാണാതിരിക്കുന്നവർ ചുരുക്കമാണ്. ഒടുവിൽ ശംഖുവിന്റെ ഈ കുഞ്ഞാഗ്രഹം 24ലൂടെ മന്ത്രി വീണ ജോർജ് അറിഞ്ഞു. ശംഖുവിന്റെ ആവശ്യം പരിഗണിച്ച അംഗനവാടിയിലെ ഭക്ഷണ മെനു പരിഷ്കരിക്കുമെന്ന മന്ത്രിയുടെ ഉറപ്പ്. ദേവികുളം ഗ്രാമപഞ്ചായത്തിലെ 1-ാം നമ്പർ അങ്കണവാടിയിൽ ശംഖു എന്ന ഓമന പേരിൽ വിളിക്കുന്ന ത്രിജുൽ എസ് സുന്ദർ, അവൻ്റെ ഏറ്റവും നിഷ്കളങ്കമായിട്ടുള്ളൊരു ആവശ്യം, വളരെ മനോഹരവും വളരെ നിഷ്കളങ്കവുമായിട്ടുള്ളൊരു ആവശ്യമാണ്. ആ കുഞ്ഞ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അവൻ അങ്കണവാടിയിൽ ഉപ്പുമാവിന് പകരം ബിരിയാണിയും പൊരിച്ചുകൂടിയും വേണം എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ശംഖുവിൻ്റെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് നമുക്കിതൊന്ന് പരിഷ്കരിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാം. ശംഖു മോൻ ഉൾപ്പെടെയുള്ള എല്ലാ കുഞ്ഞുങ്ങളോടും പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ശംഖുവിനെയും അമ്മയെയും അംഗനവാടി ജീവനക്കാരെയും മന്ത്രി പ്രശംസിച്ചു. മന്ത്രി വീണ ജോർജിന്റെ ഉറപ്പിന് പിന്നാലെ സന്തോഷം പങ്കിട്ട ശംഖു വീണ്ടും 24 ക്യാമറയ്ക്ക് മുന്നിലെത്തി. ശംഖുവിന്റെ ആ നിഷ്കളങ്കമായ ആവശ്യം 24ലൂടെ മാത്രം കണ്ടത് 10 ലക്ഷത്തിലധികം ആളുകളാണ്. ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്തിലെ 1-ാം നമ്പർ അംഗനവാടിയിലെ താരമാണ് ഇന്ന് ശംഖുവെന്ന ത്രിജുൽ സുന്ദർ. അരുൺ രാജ്, 24 കൊല്ലം. തിരികെ വാർത്താസന്ധ്യയിലേക്ക്. ഇന്ത്യൻ ക്രിക്കറ്റ് താരം സഞ്ജു സാംസണും പരുക്ക്. ഇംഗ്ലണ്ടിനെതിരായി മുംബൈ 2020-ക്കിടെയാണ് സഞ്ജുവിന്റെ കൈവിരലിന് പൊട്ടലുണ്ടായത്. മുംബൈയിൽ നടത്തിയ പരിശോധനയിൽ താരത്തിന് 3 ആഴ്ച പൂർണ്ണ വിശ്രമം നിർദ്ദേശിച്ചു. ആകെ 6 ആഴ്ചയോളം കളത്തിന് പുറത്തിരിക്കേണ്ടി വരുമെന്നാണ് റിപ്പോർട്ട്. ഇതോടെ രഞ്ജി ട്രോഫി ക്വാർട്ടറിൽ സഞ്ജുവിന് കേരളത്തിനായി കളിക്കാൻ കഴിയില്ല. താരത്തിന്റെ IPL ഒരുക്കങ്ങളെയും പരുക്ക് ബാധിക്കും. വാർത്താസന്ധ്യ അവസാനിക്കുകയാണ്.